ഹലോ നമസ്കാരം, വെൽക്കം ടു ഷൈനിബindhus വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു എക്സിമ ക്രീം ഉണ്ടാക്കാൻ നോക്കാം. ഇത് ധാരാളം പേര് എക്സിമ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. കാരണം ചിലർക്ക് ജന്മനാ തന്നെ എക്സിമ ഉണ്ടാവും, ചിലർക്ക് ഇടയിൽ വെച്ച് വരും. അത് ചില ഫുഡ് അലർജി കാരണം കൂടെ വരാം. കാരണം ഈ ലെമൺ പോലുള്ള ഫുഡ്, അതുപോലെ ഈ പുളിയുള്ള ഫുഡെല്ലാം ചിലരിൽ എക്സിമ പോലുള്ള പ്രശ്നം ഉണ്ടാക്കാൻ കാരണമാകുന്നു. കാരണം ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. എൻ്റെ മോൾക്ക് ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ജന്മന 8 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 8 വയസ്സിന് ശേഷം ഇതുപോലെ പെട്ടെന്ന് സ്കിന്നെല്ലാം ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങി. മുഖത്തുള്ള സ്കിന്നെല്ലാം നല്ല ക്രാക്കായി, അങ്ങനെ പീലായി പോയി. പിന്നെ അതൊക്കെ കറുത്ത്, പിന്നെ ആ തൊലി മൊത്തവും പോവും, വീണ്ടും തൊലി വരും, അതും വീണ്ടും ക്രാക്കായി പോവും. അങ്ങനെ സ്കിൻ മൊത്തം ഡ്രൈ ആയി അത്രയ്ക്ക് കഷ്ടപ്പെടും. പിന്നെ ഭയങ്കര ചൊറിച്ചിൽ. എക്സിമയുടെ മറ്റൊരു പ്രശ്നമാണ് ഭയങ്കര ചൊറിച്ചിൽ. അപ്പോൾ അത് കഷ്ടപ്പെടുന്നവർക്കേ അത് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കൾ കൂടെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ ആ പാരൻസിൻ്റെ മാനസികാവസ്ഥ, കാരണം ഞാൻ ആ വഴിയിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. അങ്ങനെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇതിൻ്റെ മെയിൻ പ്രശ്നം വന്ന് ചൊറിച്ചിൽ തന്നെയാണ്. പിന്നെ ചെറിയ കുമ്മിളകളായിട്ട് വരാറുണ്ട്. എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ചെറിയ കുമ്മിളകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ കാരണം വന്ന് ഒന്ന് ഈ പുളിയുള്ള ആഹാരങ്ങൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഈ ഡിറ്റർജൻറ്റ്, ഹാഷായ സോപ്പുകൾ, പിന്നെന്താ ഈ പാത്രം കഴുകുന്നത്, അതൊക്കെ ചിലരിൽ എക്സിമ പോലെ കൈയെല്ലാം ഡ്രൈ ആക്കാനും എക്സിമ പോലെ വരാനും കാരണമാണ്. ചിലർക്ക് ജന്മന തന്നെ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ അതിൽ ഉള്ളിലുള്ള പ്രശ്നം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആയുർവേദത്തിലൊക്കെ ഇതിന് നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ആയുർവേദം തന്നെയാണ് എടുത്തത്. അതിന് കുറച്ച് ടൈം എടുക്കും. നമുക്ക് പെട്ടെന്നൊന്നും ആ ഒരു നമ്മളല്ല വിചാരിക്കുന്ന അലോപ്പതിയിൽ കിട്ടുന്നത് പോലെ പെട്ടെന്നൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. പക്ഷേ ഇത് കിട്ടുന്നത് വന്ന് ശാശ്വതമായ ഒരു പരിഹാരമായിരിക്കും. കുറച്ചെങ്കിലും നമുക്കതിൽ നിന്ന് മാറ്റമുണ്ടാകും. പക്ഷേ അലോപ്പതിയിലൊക്കെ പോകുമ്പോൾ അപ്പോഴത്തേക്കും ഒരു വ്യത്യാസം ഉണ്ടായാലും പിന്നെ പല സൈഡ് എഫക്ട്സ്, അലർജി സംബന്ധമായ, അതായത് ഈ ശ്വാസം മുട്ടൽ, നമ്മൾ അതിനോട് ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഉടനെ ഈ ശ്വാസം മുട്ടൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതായിട്ട് ധാരാളം കാണപ്പെടുന്നുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത് പറയുന്നതാണ്. നമ്മൾ കൂടുതൽ പിന്നെ ഇതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഈ ചൊറിച്ചിലും ഈ ഡ്രൈനെസ്സും ഒക്കെ മാറ്റാൻ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ക്രീം സഹായിക്കും. കാരണം നന്നായിട്ട് ഡ്രൈ ആയി പൊട്ടിപ്പോയി വികൃതമാക്കും നമ്മുടെ സ്കിന്നിനെയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ ഈ ക്രീം സഹായിക്കും. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ആയുർവേദ ഇൻഗ്രീഡിയൻസ് എടുത്ത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുമ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാർട്ട് എടുത്ത് വെക്കുക. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഷിയ ബട്ടറാണ്. അപ്പോൾ ഈ ഷിയ ബട്ടർ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കാനും നമ്മുടെ സ്കിന്നിലുള്ള ആ ഡ്രൈനെസ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഷിയ ബട്ടർ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ എടുക്കാം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ വന്ന് അതും നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആയിട്ടും വെച്ചിരിക്കാൻ സഹായിക്കുന്നത് മാത്രമല്ല, ഇത് ആൻറ്റി ഫംഗലായിട്ട് ആൻറ്റി ബാക്ടീരിയലായിട്ടും ഒക്കെ പ്രവർത്തിച്ച് നമ്മുടെ സ്കിന്നിലുള്ള ആ ചൊറിച്ചിലും ഈ ഷിയ ബട്ടറും ഇത് കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ആകുമ്പോൾ ഇത് രണ്ടും കൂടെ നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ്സും മാറ്റാൻ സഹായിക്കുന്നതോടൊപ്പം ആ ചൊറിച്ചിലിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഈ കോക്കനട്ട് ഓയിലും സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഷിയ ബട്ടർ എടുക്കാം. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി. എപ്പോഴും ഒരു ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക. അപ്പോൾ ഞാനൊരു 6 ഗ്രാം ഷിയ ബട്ടർ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 6 ഗ്രാം ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 7 ഗ്രാം നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ ഒരു 7 ഗ്രാം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 7 ഗ്രാം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതിലേക്ക് ഇതിനൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നത് എല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം ചെയ്യുക. അതിനുശേഷം ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഞാനിവിടെ ഗ്ലിസറിൻ ഒരു 5 to 6 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഓണാക്കാൻ മറന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണം, ഒരു 10 ഡ്രോപ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഗ്ലിസറിൻ വന്ന് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വെച്ചിരിക്കാൻ സഹായിക്കും. അത് കാരണം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കാം.
ഇനി നമുക്കിതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വരാൻ വേണ്ടി ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തണുത്ത റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വിസ്ക് എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ക്രീം ഇവിടെ എക്സിമ ക്രീം ഇവിടെ റെഡിയാണ്. ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ ഈ മെഷർമെൻറ്റ്സിനെല്ലാം ഒന്ന് ഡബിളാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം എക്സിമയൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കി ഒന്നായിട്ട് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. കാരണം എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത് എസെൻഷ്യൽ ഓയിൽ വന്ന് നമ്മുടെ സ്കിന്നിനായാലും ശരി തന്നെ നമ്മുടെ മൈൻഡിനെയും കാമാക്കി വെച്ചിരിക്കാനും ഹീൽ ചെയ്യാനും ഒക്കെ സഹായിക്കും. അത് കാരണം അത് നല്ലത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് മണത്തിന് വേണ്ടിയാണ് കൂടുതൽ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 തുള്ളി എസെൻഷ്യൽ ഓയിൽ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും എസെൻഷ്യൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അതിൽ വിഷമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒത്തിരി ദിവസം എടുത്താൽ പോലും നമുക്കതിനൊരു പരിഹാരം കിട്ടും. അപ്പോൾ എല്ലാവരും ആയുർവേദം ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല സിവിയർ ആണെങ്കിൽ അപ്പോൾ കുറച്ച് അലോപ്പതി എന്തെങ്കിലും ട്രൈ ചെയ്ത് കാമാക്കി വെച്ചിട്ട് പിന്നീട് ട്രൈ ചെയ്യുക. അതുപോലെ ധാരാളം വെള്ളം കൊടുക്കുക. 1 അവറിന് ഒരിക്കൽ വെച്ച് വെള്ളം കൊടുത്തിട്ടേ ഇരിക്കുന്നത് ഞാൻ ചെയ്ത മെത്തേഡൊക്കെ പറയുകയാണ്. കാരണം ഒരു ടൈം ടേബിൾ പോലെ വെച്ച് ഞാനൊക്കെ ഒരു ടൈം ടേബിൾ വെച്ച് 1 അവറിൽ ഒരിക്കൽ ധാരാളം വെള്ളം കൊടുത്തിരിക്കുക. കാരണം അവർക്ക് ഡ്രൈനെസ് ധാരാളം ഇരിക്കുന്നതുകൊണ്ട് വെള്ളം കൊടുക്കുക ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയാൻ തുടങ്ങും. അതുപോലെ ഈ പുളിയുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. ഞാൻ പുളിയുള്ള ആഹാരങ്ങളെ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ ഈ ചിലർക്കൊക്കെ പാലൊക്കെ കൂടെ ചില കുട്ടികൾക്കൊക്കെ അലർജി ആയിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 10 ഡേയ്സ് ഒരു സ്കിൻ ഇപ്പോൾ കാമായിരിക്കുന്നു. അപ്പോൾ ഒരു 10 ഡേയ്സൊക്കെ അങ്ങനെ വിടുക. അതിനുശേഷം നമുക്ക് ഏത് ഫുഡ് അലർജി എന്ന് തോന്നുന്നുവോ ആ ഫുഡ് ഒന്ന് കൊടുത്തു നോക്കുക. ഒരല്പം കൊടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാകുന്നെങ്കിൽ ആ ഫുഡിനെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ എന്തൊക്കെ ഫുഡുണ്ടെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിൽ നിന്നൊക്കെ മാറി നിന്നാൽ തന്നെ നമുക്കൊരു 50% എക്സിമ മാറിക്കിട്ടും. പിന്നെ ചിലർക്ക് ജന്മനാക്ക അങ്ങനെ ഉള്ളവർക്ക് ആയുർവേദത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫുഡ് ഒഴിവാക്കുക. പിന്നെ ഇങ്ങനത്തെ ക്രീംസൊക്കെ അപ്ലൈ ചെയ്തും അതുപോലെ തന്നെ എരി, പുളി, ഉപ്പ് ഇതെല്ലാം നന്നായിട്ട് കുറയ്ക്കുക. ഇതെല്ലാം ഡ്രൈ ആക്കുക നമ്മുടെ സ്കിന്നിനെ. പിന്നെ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഇതെല്ലാം ചെയ്ത് നമ്മൾ ഒരു 6 മന്തൊക്കെ അങ്ങനെ നമ്മളത് കണ്ടിന്യൂ ചെയ്തിരിക്കുമ്പോഴേ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അതൊക്കെ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ ക്രീം കണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും കുളിക്കുമ്പോൾ അതുപോലെ നമ്മൾ വാഷ് ചെയ്യുന്ന സോപ്പും ഈ ഹാർഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് സോപ്പ് പാത്രം കഴുകുന്ന ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ എക്സിമ ഉള്ളവർ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ സോപ്പ് നമ്മുടെ വാഷിംഗ് സോപ്പെല്ലാം നല്ല ഈ ബേബി സോപ്പോ പിയേഴ്സോ ഡൗ ഇങ്ങനത്തെ സോപ്പുകളായിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. മറ്റുള്ള സോപ്പുകളെല്ലാം കൂടുതൽ ഡ്രൈ ആക്കും. അത് എന്നിട്ട് കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഒരു ചെറിയ ഈർപ്പം ഇരിക്കുമല്ലോ നമ്മുടെ ശരീരത്തിൽ. ആ ഈർപ്പം ഇരിക്കുമ്പോഴേ നമ്മൾ എന്ത് മോയ്സ്ചറൈസറിങ് ക്രീം അപ്ലൈ ചെയ്യുന്നോ അത് അപ്ലൈ ചെയ്യുക. ഈ ക്രീം ഇതുപോലെ ഈ ക്രീമൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഷിയ ബട്ടറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഷിയ ബട്ടർ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാൻ സഹായിക്കും. നിങ്ങൾ കുളിച്ചിട്ട് വന്ന് ആ ഈർപ്പം ഇരിക്കുമ്പോഴേ ഇങ്ങനെ ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. കാണാൻ പറ്റുന്നുണ്ട്, നല്ല മോയ്സ്ചറൈസ് ആയിരിക്കും ഇത്. അപ്പോൾ ആ ഈർപ്പത്തോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുക. നല്ല ഡ്രൈ ആയെന്ന് തോന്നിയാൽ നിങ്ങൾ ഒരു അല്പം വെള്ളം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഈ വെള്ളം, ഫുഡ് ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ലൊരു 75% ഒക്കെ നല്ല മാറ്റം കിട്ടും. പിന്നെ ഇതിനുള്ള ഈ കഷായം പോലത്തെ ഈ പൊടി വലിയ പഥ്യമൊന്നുമില്ലാത്ത മരുന്നുകളൊക്കെ ആയുർവേദത്തിലുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.